എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക് ആയ ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ. ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ പടിഞ്ഞാറൻ മേഖല വാഹന പ്രചരണ ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ നടത്തുന്നത്. ഓട്ടോ ടാക്സി നിരക്ക് പരിഷ്കരിക്കുക, ഇന്ധനവില വർധനവ് പിൻവലിക്കുക, പൊതുവാഹനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം വിതരണം ചെയ്യുക, തൊഴിലാളി ദ്രോഹ ലേബർ കോഡ് ഉപേക്ഷിക്കുക, മോട്ടോർ തൊഴിലാളികൾക്ക് ESI അനുവദിക്കുക, വിലകയറ്റം തടയുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU ജൂലൈ 24-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. മാർച്ചിന്റെ പ്രചരണാർത്ഥമുള്ള പാലക്കാട് ജില്ലാ പടിഞ്ഞാറൻ മേഖല വാഹനപ്രചരണ ജാഥയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത്. മുൻ MLA K. ബാബുവാണ് ജാഥ ക്യാപ്റ്റൻ. ജാഥ ക്യാപ്റ്റനെയും അംഗങ്ങളെയും ഹാരമണിച്ച് സ്വീകരിച്ചു. പട്ടാമ്പി കൃഷ്ണകുമാർ, സഖാവ് ഷാജഹാൻ, ഈ ജാഥയിൽ പ്രധാനമായി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ലൈറ്റ് മോട്ടോർ വാഹന രംഗത്തുള്ള മിനിമം ചാർജ് വർദ്ധിപ്പിക്കണം. 2022 മെയ് മാസം 1-ാം തീയതി മുതലാണ് ചാർജ് വർദ്ധിപ്പിച്ചത്. അന്നുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയല്ല ഇന്നുള്ളത്. ഇന്ധനമൊഴിച്ച് ഓടുന്ന വാഹനങ്ങൾക്ക് ഇന്ധനത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് മിനിമം ചാർജ് കിട്ടിയില്ലെങ്കിൽ ബസ് സർവീസ് നിർത്തിവെക്കുന്നത് പോലെ ഈ മേഖലയിലെ സാധാരണക്കാരുടെ ഗതാഗത രംഗത്ത് വലിയ പങ്ക് വഹിക്കുന്ന ഓട്ടോറിക്ഷകളും ടാക്സികളും നിർത്തിവെക്കേണ്ടി വരും. ഞങ്ങൾ ഈ ഇന്ധനം വില വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായി ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് ലോകത്തെമ്പാടുമുള്ള ക്രൂഡ് ഓയിലിന്റെ വില നിലവിലുണ്ടായിരുന്ന $71 നിന്നും $125 കൂടി. അപ്പോ ഒരാഴ്ച കൊണ്ട് ഇവിടെ $7 പെട്രോളിനും $7 ഡീസലിനും പാചകവാതകം 19 കിലോ ഉള്ള ഈ വ്യവസായ യൂണിറ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന് $1150 വർദ്ധിപ്പിച്ച് $3165 രൂപയിലും CNGക്ക് 71 മുതൽ 79-84 രൂപയിലേക്ക് വർദ്ധിച്ചു. വീട്ടിലേക്ക് ആവശ്യമായ ഗ്യാസ് സിലിണ്ടറിന് വില എത്രയാണ് ഇപ്പൊ അറിയോ? നമ്മൾ പറഞ്ഞു വീട്ടുകാരിൽ അത് വാങ്ങിക്കലും കൊടുക്കുകയാണ്. നീരജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. PP വിജയൻ, K. രാധാകൃഷ്ണൻ, K. കൃഷ്ണകുമാർ, KP അജയൻ, T. ഉണ്ണികൃഷ്ണൻ, K. സതീഷ്, K. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജാഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജാഥ ക്യാപ്റ്റൻ K. ബാബു സംസാരിച്ചു.